ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആണ്. വൺ സൈഡ് ലവേഴ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്. അപ്പോൾ നമ്മൾ സാധാരണ നോക്കാറുള്ളത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ കമന്റിലൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ സൈഡ് ലവേഴ്സ് വേണ്ടിയിട്ട് അവരുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാതെ നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. Current feelings of your person. Okay, current feelings എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു current feelings എന്താണ്, അവർ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Okay, current feelings of your person. നിങ്ങളുടെ പേഴ്സന്റെ current feelings എന്താണ്. Okay, current feelings of your person. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ലവേഴ്സിന്റെ ഒരു ഫീലിങ്സ് അങ്ങനെയാണ് നമ്മൾ നോക്കിയതെങ്കിലും ഒരു 80% ആളുകൾക്കും ഇതൊരു 2 സൈഡ് ലവ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ആ ഒരു ഫീലിങ്സ് അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതായത് ഒരു ദിവസം പെട്ടെന്ന് കണ്ട് ഇഷ്ടം തോന്നിയ ആളും അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ കോളേജിലോ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ട് പെട്ടെന്ന് ഇഷ്ടം അങ്ങനെ ഒരു വ്യക്തിയല്ല. മേ ബി ചെറുപ്പം മുതലേ അറിയാവുന്നവരാകാനാണ് കൂടുതൽ സാധ്യത. അതായത് എക്സാമ്പിള് തൊട്ടടുത്ത് വീടുകളിൽ താമസിക്കുന്നവരോ കൂടെ ഒരുമിച്ച് പഠിച്ചവരോ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ ആരുമാകാം. അപ്പോൾ എന്തായാലും ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അവരുടെ ഒരു മുഖം ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പ്രയാസമാണ്. എങ്കിലൊരു 50% ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരാൻ പോകുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ്. അത്രമാത്രം ഒരു സ്നേഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയോട് സ്നേഹം പറയണമോ എന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് പറയുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് എന്തായാലും നിങ്ങളത് ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുകയും നിങ്ങൾക്ക് അതിനുള്ളൊരു കറേജ് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ ഏസ് ഓഫ് സോർഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് വരുമ്പോൾ തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. അവരോടൊപ്പം നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഓൾ ഇൻ ഓൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ പറയണമോ വേണ്ടയോ, ഇനി അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, എന്നെ ഇഷ്ടമാവില്ലേ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടില്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടില്ലേ, എൻ്റെ കാസ്റ്റ് ഇഷ്ടമാകില്ലേ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് വലിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി അത് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ വ്യക്തിയെ തന്നെ കിട്ടും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഈ കാർഡുകൾ ഓൾ ഇൻ ഓൾ ഒന്ന് നോക്കി കഴിയുമ്പോൾ പറയാനായിട്ട് പറ്റുന്നത്.
അത് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 50% ആളുകൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ വളരെയധികം പേടിയുള്ള ആളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് കാണുന്ന ചില ആളുകളെയും നമുക്കിവിടെ കാണുന്നുണ്ട്. പേടിക്കുന്ന ആളുകൾ നിങ്ങളുടെ വ്യക്തിയുടെ കുടുംബത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി കാസ്റ്റ് ഡിഫറൻസോ പല ഡിഫറൻസുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലാണ് നമുക്ക് കാണുന്നത്. പിന്നെ പിന്നീട് വരുന്ന ഒരു നെഗറ്റീവ് ചിന്തിക്കുന്നവർ ഓൾവേസ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം, പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെ അവരെ അപ്രോച്ച് ചെയ്താൽ, അവരിനി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ പോകാൻ പറ്റും, ഇനി മറ്റവർ വന്നത് തകർക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, അതായത് ഓവർ തിങ്കിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നതാണ്, ഒരു കാസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കുക. അപ്പൊ ഞങ്ങളിപ്പോൾ 2 കാസ്റ്റിലാണ്. അപ്പൊ ഇപ്പൊ അവളോട് ഞാൻ പോയി പറഞ്ഞാൽ അവള് നെഗറ്റീവ് പറയാം, നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ എനിക്ക് വിഷമാകും. അതുകൊണ്ട് പറയണ്ട. ഇനി അഥവാ ഇനി അവള് നോ പറഞ്ഞില്ല, യെസ് പറഞ്ഞു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇനി ഫാമിലി സമ്മതിക്കുക, അങ്ങനെ മൊത്തം നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോയി, ഇനി ഇവര് പോയിട്ട് ഇത് ഈ വ്യക്തി വൺ സൈഡ് ലവ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയില്ല. അപ്പൊ അവരോട് പോയിട്ട് പ്രപ്പോസ് ചെയ്താൽ തന്നെ അവര് നോ പറയാനാണ് കൂടുതലും ഒരു 90% ചാൻസ് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ചാൻസും ഇല്ലാത്തടത്തും എനിക്കത് കിട്ടും എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% വരെയൊക്കെ ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകൾ അത് ജസ്റ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, പരമാവധി പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട്. പക്ഷെ നിങ്ങളിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊന്ന് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായിട്ട് കാണും. എങ്കിലും നിങ്ങൾ പരമാവധി ശ്രമിക്കണം. നെഗറ്റീവ് ചിന്തിക്കുന്ന സമയത്ത് ഇല്ല എനിക്ക് നടക്കും അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇനിയും നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയോട് പറയാൻ താമസിപ്പിക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സിയുടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾ പലരും വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടത്തോടെയോ ഒക്കെ പറക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യുക. അവരത് അക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് 777, 1111 എന്ന ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഇവയൊക്കെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് സയൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് ആ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമല്ല എങ്കിൽ കൂടി നമ്മൾ ഒരു എനർജി കിട്ടിയതുകൊണ്ട് ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ അവരുടെ നോട്ടത്തിനോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തികൾ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു എനർജി കിട്ടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ചിലപ്പോ ദിവസവും കാണുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവര് നിങ്ങളെ മൈൻഡ് ചെയ്യാറുണ്ടാവില്ല. പക്ഷെ ഇവിടെ അതിനുശേഷം അവർ പോയിട്ട് സോഷ്യൽ മീഡിയ വഴിയോ മറ്റാളുകൾ വഴിയോ ഒക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചിന്തകളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം, നിങ്ങളൊരു വൺ സൈഡ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിൽ ആ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓവറോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് പറയുക. അതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യുക കുറച്ച് ചെറിയ വേർഡ്സിൽ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ അവരെ കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അപ്പൊ നമ്മൾ റീഡിങ്ങിൽ അതൊക്കെ നോക്കി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്ന കമന്റുകൾ ഞാൻ വായിച്ചു നോക്കാറുണ്ട്. നിങ്ങൾ ഇടുന്ന ടോപ്പിക്കുകൾ പരമാവധി റീഡിങ്ങിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, വൈറ്റ് കളർ. ഈ ഒരു സമയത്ത് നമ്മൾ റീഡിങ്ങിൽ ഓൾറെഡി പറഞ്ഞിരുന്നു വൈറ്റ് ബട്ടർഫ്ലൈസ് എന്ന്. ഈ ഒരു സമയത്ത് വൈറ്റ് കളറിനോട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നാം, അട്രാക്ഷൻ തോന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പോസിറ്റീവ് സയൻസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. 1987 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്.
2003 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾ, നിങ്ങൾക്ക് ഒരു മിറാക്കിൾ, അത്ഭുതം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മുന്നോട്ട് പോയിക്കൊള്ളുക. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയ്ക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. റോസ് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റോസ് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നായിരിക്കാം. ഗോൾഡൻ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗോൾഡൻ കളറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. മെയ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 48 hours വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ബ്രൗൺ കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1982. ഓക്കെ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷന് ആ ഒരു കണ്ണൂർ ഡിസ്ട്രിക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ലോയറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. 2 weeks. ഓക്കെ, വീണ്ടും പോസിബിലിറ്റിയാണ്. ഓഗസ്റ്റ് മന്ത് നമുക്കൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 51 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ മെഡിസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ടുഡേ, ഇന്ന് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ലെറ്റർ നിങ്ങളുടെ പേഴ്സന്റെ നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ വൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. 56 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 39 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 40, 42, 29, letters number 6, 1999, 1995, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമ്പർ 4 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.